നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. സൊല്യൂഷൻ ഉള്ള ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ ആണ് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ഗ്യാസിന്റെ ലിക്വിഡിലെ സൊല്യൂബിലിറ്റി, അത് എത്രത്തോളം സൊല്യൂബിൾ ആവാൻ കപ്പാസിറ്റി ഉണ്ട്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ലേയത്വം ഒരാൾക്ക് പറയും, അതിന് സൊല്യൂബിൾ ആവാൻ ലയിക്കേണ്ട കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സൊല്യൂഷൻസ് ഉള്ള ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോൾവെന്റും സൊല്യൂട്ടും ഉണ്ടാവും. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂളാണ് സൊല്യൂട്ട്, സോൾവെന്റ് ആണ് ലിക്വിഡ് ഫേസ് ആണ്. അപ്പോൾ നമുക്ക് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്, അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചറും, രണ്ടാമത്തെ ഫാക്ടർ പ്രഷറുമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അതായത് ഗ്യാസ് ലിക്വിഡിൽ സൊല്യൂബിൾ ആണെങ്കിൽ പ്രഷർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, പ്രഷർ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് പ്രഷറും സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് തമ്മിലുള്ള റിലേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നതിൽ പ്രപ്പോസ് ചെയ്തത് ഹെൻറി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഹെൻറീസ് ലോ എന്ന് കേട്ടിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഹെൻറി എന്ത് ചെയ്യുന്നു, ഒരു ലോ പ്രപ്പോസ് ചെയ്യാൻ, ദാറ്റ് ഇസ് കോൾഡ് ഹെൻറീസ് ലോ. അപ്പോൾ ഹെൻറീസ് ലോ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സൊല്യൂഷൻസിലെ. ഹെൻറീസ് ലോ പറയുന്നത്, Henry's law states that at a constant temperature, the solubility of a gas in liquid is directly proportional to the pressure of the gas. എന്താണ് പറയുന്നത് Henry's law? Henry's law states that at a constant temperature, constant, at a constant temperature, the solubility of a gas in liquid is directly proportional to the pressure of the gas. ഗ്യാസിന്റെ പ്രഷർ എന്തായിരിക്കും? സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഗ്യാസിന്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് സോലിബിലിറ്റി കൂടും. ഹെൻറീസ് ലോന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഇതിന്റെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസ് കൂടെ പറയാം. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, അതായത് ഗ്യാസിന്റെ വേപ്പർ ഫേസിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് is proportional to the mole fraction of the gas in the solution. സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? വേപ്പർ പ്രഷർ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പാർഷ്യൽ പ്രഷർ നമ്മൾ പി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ പാർഷ്യൽ പ്രഷർ, ഗ്യാസിന്റെ വേപ്പർ ഫേസിലെ പാർഷ്യൽ പ്രഷറും ഗ്യാസ് മോളിക്യൂൾസിന്റെ മോൾ ഫ്രാക്ഷൻ തമ്മിൽ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? P is equal to KH into X നേടും. P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്, X എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. ഇവിടെ KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. K ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? H എന്നുള്ളൊരു സാധനം ഉപയോഗിക്കുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇനി ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. വേപ്പർ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? മോൾ ഫ്രാക്ഷനും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടും, തിരിച്ചും മറിച്ചു. വേപ്പർ പ്രഷർ കൂടുമ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടും, മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക, വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ. അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഫോർമുല പറഞ്ഞു, P is equal to KH into X പറഞ്ഞു, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. എന്തൊക്കെയാണ് ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ്? നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില അപ്ലിക്കേഷൻസ് ഹെൻറീസ് ലോ ഉണ്ട്, പക്ഷെ നമ്മൾ അറിയാത്ത അപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തത് സൊല്യൂബിലിറ്റി ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൊല്യൂബിലിറ്റി വാട്ടറിൽ. ഇത് നമ്മൾ കാർബോണിക് ആസിഡ്സിലും അതുപോലെ തന്നെ സോഡ വാട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സോഡ കുടിച്ചിട്ടുണ്ടാവും, സോഡ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്താ ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഡിസോൾവ് ചെയ്യാൻ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യും? ഹൈ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് വാട്ടറിൽ സൊല്യൂബിൾ ആവുള്ളൂ. ഇതിന് ഹൈ പ്രഷർ കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സൊല്യൂബിലിറ്റി കൂടുള്ളൂ. അത് ആര് പറഞ്ഞാണ്? ഹെൻറീസ് ലോ പറഞ്ഞാണ്. ഇത് തന്നെയാണ് കാർബോണിക് ആസിഡ്സിന്റെ കേസ്. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇതേ പ്രിൻസിപ്പിൾ ആണ്. ഹെൻറീസ് ലോ ആണ് ഇതിന്റെയൊക്കെ ബേസിലെ പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്യൂബ ഡൈവേഴ്സ്, നമ്മുടെ കടലിന്റെ അടിയിലേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, സ്ക്യൂബ ഡൈവേഴ്സ്. അവർ ചില ബെൻസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ടേം ഉണ്ട്, ചില മെഡിക്കൽ അസുഖങ്ങളുണ്ട്. അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓക്സിജൻ ബന്ധപ്പെട്ട താഴേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതൽ, അപ്പോൾ ഓക്സിജൻ ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്? ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷനാണ്.
മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും എന്ത് കൂടും? പ്രഷർ കുറയാണ് ചെയ്യുക. ഉയരങ്ങളിൽ പ്രഷർ കുറയും. നമുക്കറിയാം പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ അളവും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അനോക്സിയ എന്ന് പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻ വരും. അനോക്സിയ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതും എന്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്? അപ്പോൾ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. സ്വാഭാവികമായിട്ട് ഇതൊക്കെ എന്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്? നമ്മൾ എന്തിന്റെ ആപ്ലിക്കേഷൻ പറയാം? ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് പറയാം. 3 ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോ ആണ്. റൗൾട്ട്സ് ലോ വേപ്പർ പ്രഷറും സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ് റൗൾട്ട്സ് ലോ. ഫ്രഞ്ച് കെമിസ്റ്റായ റൗൾട്ട്സ് ആണ് ഈ റിലേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ആണ് വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിൽ. അതാണ് റൗൾട്ട്സ് ലോയുടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷനാണ് റൗൾട്ട്സ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റൗൾട്ട്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളട്ടൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കോമ്പണന്റ് in the solution is directly proportional to the mole fraction. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. For a solution of volatile liquids ഒരു സൊല്യൂഷൻ. volatile എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാപറേറ്റ് ചെയ്യുന്ന കോമ്പണൻസ് ആണ്. volatile എന്ന് പറഞ്ഞാൽ ബാഷ്പീകരിച്ചു എന്നുള്ള ആ നാച്ചുറൽ ഉണ്ടല്ലോ, അതിന് വോളട്ടൈലിറ്റി എന്ന് പറയും. volatile. അപ്പോൾ ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquid ഒരു സൊല്യൂഷൻ the partial vapor pressure of each component, ഓരോ കോമ്പണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് റൗൾട്ട്സ് ലോ പറയുന്നത്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കാം. നമ്മൾ ബൈനറി സൊല്യൂഷൻ അസ്യൂം ചെയ്യാണ്. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 കോമ്പണന്റുള്ള സൊല്യൂഷൻ, കോമ്പണന്റ് 1 കോമ്പണന്റ് 2. ഒരു സൊല്യൂട്ടും ഒരു സോൾവന്റുള്ള സൊല്യൂഷൻ ആണ് നോർമലി ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കോമ്പണന്റ് 1ന്റെയും കോമ്പണന്റ് 2ന്റെയും റൗൾട്ട്സ് ലോ പ്രകാരം എന്ത് ചെയ്യാണ്? എഴുതി നോക്കുകയാണ് ആണല്ലോ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ആണ്. ഇതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ കോമ്പണന്റ് 1ന്റെ P1 is equal to P10 into x1 എഴുതാം. നമുക്ക് P1 is equal to P10 into x1. കോമ്പണന്റ് 2 രണ്ടാമത്തെ നമുക്ക് P2 is equal to P20 into x2. ഇവിടെ P10 ഉം P20 രണ്ട് കോൺസ്റ്റന്റ് ആണ്. പ്യുവർ കോമ്പണന്റിന്റെ പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ 1 പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ 2 പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ നമ്മൾ P10 എന്നും P20 എന്നും എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യും. P10 എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് 1ന്റെ പ്യുവർ വേപ്പർ പ്രഷർ, P20 എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് 2ന്റെ പ്യുവർ വേപ്പർ പ്രഷർ. അതാണ് P10 P20. അത് കോൺസ്റ്റന്റ് ആണ്. P1 is equal to P10 into x1, P2 is equal to P20 into x2. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? x1 x2 എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്, നിങ്ങൾക്കറിയാം. ഇനി P ടോട്ടൽ വേപ്പർ പ്രഷർ കാണാനാണ് സൊല്യൂഷൻ. എന്ത് ചെയ്താൽ മതി? സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെ ആഡ് ചെയ്താൽ മതി. കോമ്പണന്റ് 1ന്റെയും കോമ്പണന്റ് 2ന്റെയും ആഡ് ചെയ്താൽ മതി. അപ്പോൾ P1 P2 ആഡ് ചെയ്താൽ മതി. P1 plus P2. അപ്പോൾ P1 നമുക്കറിയാം P10 into x1 plus P20 into x2 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം x1 എന്ന് പറഞ്ഞാൽ 1 minus x2 ആണ്. x1 ഉം x2 ഉം കൂട്ടിയ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതോട് ഉപയോഗിക്കാം. 1 minus x2 into P10 plus P20 into x2. ഇവിടെ x1 എന്ത് ചെയ്തു? നമ്മൾ 1 minus x2 കൊണ്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം, that's equal to P10 plus P20 minus P10 into x2. ഇതാണ് എന്തിന്റെ മാത്തമാറ്റിക്കൽ ഒരു ബൈനറി സൊല്യൂഷന്റെ റൗൾട്ട്സ് ലോ പ്രകാരമുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് പറയുന്നത്. P10 plus P20 minus P10 into x2. ഇവിടെ P10 P20 പ്യുവർ കോമ്പണന്റിന്റെ വേപ്പർ പ്രഷർ ആണ്. x1 x2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് റൗൾട്ട്സ് ലോയുടെ ഗ്രാഫാണ്. നേരത്തെ വരച്ചോടുത്ത ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ബൈനറി കോമ്പോണൻസിന്റെ ഗ്രാഫാണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ബൈനറി കോമ്പോണൻസിന്റെ ഗ്രാഫാണ്. വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ഗ്രാഫാണ്. വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് x1 ഉം x2 ഉം രണ്ട് കോമ്പോണന്റ് ആണ്. ഇപ്പോൾ x1 x2 എടുത്തിട്ടുണ്ട്. P10 P20 ഒക്കെ കാണുന്നുണ്ടാവും. പക്ഷേ ഈ ഗ്രാഫ് മനസ്സിലാക്കി വളരെ സിമ്പിൾ ആണ്. നമ്മൾ x1 ആദ്യം നിങ്ങൾക്കറിയാം സൊല്യൂഷനിൽ സോൾവെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ സൊല്യൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ x1 എന്തായിരിക്കും? 1 ആയിരിക്കും. ആ കേസിൽ നമ്മൾ x2 എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലോ. ഇവിടെ അറ്റം വന്നപ്പോൾ x1 എന്തായിരിക്കും? 0 ആയി മാറും. x2 മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ x1 1 ആയ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇങ്ങനെ നമുക്കൊരു ഇത് കിട്ടും. പിന്നെ
ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് P1 ഇത് x1 0 ആകുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡാഷ് ലൈൻ നമ്മൾ P1 പ്രഷർ 1 അതാണ് വരിക. x1 1 ആകുന്ന കേസിൽ നമുക്ക് P2 കിട്ടും. നമുക്ക് ഇത് രണ്ടിനെ കൂടി ജോയിൻ ചെയ്യുന്ന കേസാണ് നമുക്ക് എന്ത് കിട്ടുന്നത് P ടോട്ടൽ കിട്ടുക. ഇവിടെ നമുക്ക് P1 0 നമ്മൾ പറഞ്ഞില്ലേ പ്യുവർ കോമ്പൗണ്ട് വേപ്പർ പ്രഷർ പാർഷ്യൽ വേപ്പർ പ്രഷർ. ഇവിടെ P2 0 പ്യുവർ കോമ്പൗണ്ട് 2ന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് വരച്ചാൽ എന്ത് കിട്ടും ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് P ടോട്ടൽ കിട്ടും. അപ്പോൾ ഈ ഗ്രാഫ് ഇത്ര പ്രയാസമൊന്നുമില്ല. വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് x1 1 ആയ കേസിൽ നമുക്ക് എന്താ അറിയാം x2 0 ആയിരിക്കും. നേരെ തിരിച്ച് ഈ ഇവിടെ അറ്റത്തെത്തുമ്പോൾ x1 0 ആയി മാറും x2 1 ആയി മാറും. ആ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു വരയ്ക്കുന്നു സ്ലോട്ടഡ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും P2 ആണ് അത് കിട്ടുക ആ ലൈൻ കിട്ടുക. നേരെ തിരിച്ച് നമ്മൾ ഇവിടുന്ന് ഈ സൈഡിലേക്ക് വരയ്ക്കും P1 0 കിട്ടും. ഈ രണ്ട് ഗ്രാഫിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്ത് വരയ്ക്കും നമുക്ക് P ടോട്ടലിന്റെ ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫുകൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണെന്ത് ഐഡിയൽ സൊല്യൂഷൻസിന്റെ ഗ്രാഫ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ എന്ന കേസിലെ ഗ്രാഫാണിത്. ഇത് നമുക്കിനി പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും കൂടെ പറയാനുണ്ട്. അതായത് പിന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത ഗ്യാസുകളുണ്ട്. ഇത് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസുകളുടെ ഗ്രാഫാണ്. റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത ഗ്രാഫുകളുണ്ട്. അവിടെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ വരിക. ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഈ മുകളിൽ എനിക്ക് കുറെ കൂടെ വരുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോ എന്ന് പറയാം. താഴേക്ക് വരുന്നത് നമ്മൾ P ടോട്ടൽ എന്ത് ചെയ്യുക മുകളിലേക്ക് വരുന്ന നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ചെറുതായിട്ട് ഗ്യാസ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. P ടോട്ടൽ താഴേക്ക് വരുന്ന കേസിൽ എന്ത് ചെയ്യും നെഗറ്റീവ് ഡീവിയേഷൻസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് റൗൾട്ട്സ് ലോയുടെ ഗ്രാഫ്.